നിയമസഭാ തെരഞ്ഞെടുപ്പ് കളം സജീവമാകുമ്പോൾ RDX ഒരു ദിവസം ഒരു ശ്രദ്ധേയ മണ്ഡലത്തെ ആഴത്തിൽ പരിശോധിക്കുക എന്നൊരു പതിവ് കൂടെ തുടങ്ങുകയാണ്. ആദ്യം തെരഞ്ഞെടുക്കേണ്ട നിയമസഭാ മണ്ഡലം ഏതെന്നതിൽ ആർക്കും സംശയം തോന്നേണ്ടതില്ലല്ലോ. നിശ്ചയമായിട്ടും നേമം. കേരളത്തിലെ ഏറ്റവും കടുത്ത, ഏറ്റവും ഉദ്വേഗഭരിതമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും സാധ്യത RDX ഇന്ന് പരിശോധിക്കുകയാണിപ്പോൾ. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി ഒരു BJP പ്രതിനിധിയെ കേരള നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് നേമം. ഇത്തവണ നേമം എടുക്കുമെന്ന് BJPയും പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് LDFും പറയുന്നു. ശബരിനാഥൻ കൂടി കളത്തിലിറങ്ങിയതോടെ തീപ്പൊരി പാറുന്ന മത്സരമാണ് നേമത്ത്. ഇത്തവണ എന്താണ് നടക്കുക? തുടരുമോ മാറുമോ? മാറി മറിയുമോ നേമം? ആദ്യം കാണാം RDX റാപ്പ്. LDFും UDFും അഭിമാന പോരാട്ടമായി കണക്കാക്കുന്ന നേമത്ത് ത്രികോണപ്പോര് കനക്കുകയാണ്. 4 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമം മണ്ഡലം ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രചാരണങ്ങളാകെയും ആ വീറും വാശിയും പേറുന്നതായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ പോരാട്ടച്ചൂട് ഉണ്ടായതും അതുകൊണ്ട് തന്നെ. കടുത്ത പോരാട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ പിടിക്കാനായ ആത്മവിശ്വാസത്തിലാണ് BJP. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നേമത്ത് BJPയുടേത് വെറും വ്യാമോഹമാണെന്നും ശിവൻകുട്ടി പൂട്ടിച്ച അക്കൗണ്ട് ഇത്തവണയും തുറപ്പിക്കില്ലെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് LDF. UDFിന് വേണ്ടി K മുരളീധരൻ പിടിച്ച വോട്ടിനും അതിൽ വലിയ പങ്കുണ്ടെന്നത് വേറെ കാര്യം. വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് നേമത്ത് UDF മത്സരത്തിനിറങ്ങുന്നത്. NDAക്കായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും LDFിനായി സിറ്റിംഗ് MLAയും വിദ്യാഭ്യാസ മന്ത്രിയുമായ V ശിവൻകുട്ടിയും UDFിനായി KS ശബരിനാഥനുമാണ് അങ്കത്തട്ടിലിറങ്ങുന്നത്. ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന നേമത്ത് എന്താകും ജനവിധി എന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആകാംക്ഷകളിലൊന്ന്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് നേമത്തെ ഡാറ്റ വിശദമായിട്ട് പരിശോധിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പരിശോധിക്കാം. V ശിവൻകുട്ടി CPIM 55,837 വോട്ടാണ് നേടിയത്. 38.4% ആണത്. കുമ്മനം രാജശേഖരൻ BJP നേതാവ് 51,888 വോട്ട് നേടി. 35.7% ആണത്. K മുരളീധരൻ കോൺഗ്രസ് നേതാവ് 36,524 വോട്ട് മാത്രമാണ് കിട്ടിയത്. 25.1% ആ വോട്ടാണ്. ആ ഭൂരിപക്ഷം 3,949 V ശിവൻകുട്ടിയുടേത് എന്ന് നമ്മൾ കാണുന്നു. 3,949 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ ഉള്ളത്. 2016 അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരുന്നു. O രാജഗോപാൽ വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 67,813 വോട്ടുകൾ കിട്ടി. ആകെ 47.8% ആണ് വോട്ട് ശതമാനം. V ശിവൻകുട്ടി തൊട്ടു പിന്നാലെ രണ്ടാമത് വന്നു. CPIM നേതാവ് 59,142 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 41.7% ആണത്. V സുരേന്ദ്രൻപിള്ളയായിരുന്നു അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിലെ ഘടകകക്ഷിയായ JDUവിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. 13,860 എന്ന വളരെ നിസ്സാര വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 9.8% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് അക്കാലത്ത് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അവിടെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് O രാജഗോപാലിൻ്റെ ഭൂരിപക്ഷം 8,671 വോട്ടുകളുടേതായിരുന്നു. 2019 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ നിയമസഭയിലെ കണക്കിങ്ങനെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ നിയമസഭാ പരിധിയിലെ വോട്ട് കണക്കിങ്ങനെയാണ്. കുമ്മനം രാജശേഖരന് BJP നേതാവ് 58,513 വോട്ടുകൾ കിട്ടി. 41.6%ആണത്. ശശി തരൂർ നേമത്ത് രണ്ടാമതായിരുന്നു. ഒന്നാമത് കുമ്മനം രാജശേഖരനായിരുന്നു. രണ്ടാമത് ശശി തരൂർ വന്നപ്പോൾ 46,472 വോട്ടുകളാണ് തരൂരിന് അവിടെ കിട്ടിയത്. നേമത്ത് 33.1%. C ദിവാകരനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, CPI നേതാവ്. അദ്ദേഹത്തിന് 33,921 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. 24.1% വോട്ടുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ മണ്ഡലത്തിൽ CPIക്ക് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അവിടെ കുമ്മനം രാജശേഖരന് 12,041 വോട്ടുകളുടെ ഭൂരിപക്ഷം ആ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. 2024 ലോക്സഭാ കാലത്തേക്ക് വരുമ്പോൾ അവിടെ നിയമസഭയിൽ അവിടെ അപ്പോഴും BJPക്കാണ് മുൻതൂക്കം. രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 61,227 എന്ന വലിയ നമ്പറാണ് നേമത്ത് മാത്രമായിട്ട് കിട്ടിയത്. വോട്ടായിട്ട് 45.80% അദ്ദേഹത്തിന് ലഭിച്ച ആ വോട്ട് ശതമാന കണക്ക്. ശശി തരൂരായിരുന്നു രണ്ടാമത് കോൺഗ്രസ് നേതാവ്. 39,101 വോട്ടുകൾ അദ്ദേഹത്തിന് നേമത്ത് കിട്ടി. 29.26%. CPIയുടെ നേതാവ് പന്ന്യൻ രവീന്ദ്രനായിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 33,322 വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ. 24.94% വോട്ടുകളാണ് അവിടെ ഇടതുപക്ഷത്തിന് പന്ന്യൻ രവീന്ദ്രനിലൂടെ സമാഹരിക്കാനായത്. 22,126 എന്ന വലിയ നമ്പർ, 22,126 വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖരന് ശശി തരൂരിനേക്കാൾ നേമത്തുണ്ടായിരുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ, ഇപ്പോൾ തൊട്ട് പിന്നാലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22 വാർഡുകൾ ചേർന്നാണ് ഈ മണ്ഡലം. തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം വിജയിച്ചത് BJP ആണ്, NDA ആണ്. അവിടെ ഇപ്പോൾ അവർ ഭരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ 22 വാർഡുകൾ ചേർന്ന മണ്ഡലമാണ് ഈ നമ്മൾ കാണുന്ന ഈ നേമം എന്ന മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം 2025-ൽ 17 വാർഡുകൾ, ഈ 22-ൽ 17 വാർഡുകൾ BJP ആണ് കരസ്ഥമാക്കിയത്. അവർ വിജയിച്ചു. 5 വാർഡുകൾ LDF നേടി. UDFന് ഇവിടെ ഒരു വാർഡും ഇല്ല എന്നതാണ് അവിടുത്തെ നില. ആകെ വോട്ട് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഇങ്ങനെയാണ്. NDAക്ക് എന്ന് വെച്ചാൽ BJP അടങ്ങുന്ന മുന്നണിക്ക് 44,816 വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ നേമം നിയമസഭാ മണ്ഡലത്തിലെ പരിധിയിലുണ്ട്. 41.96%. LDFന് 39,767 വോട്ടുകളാണ് അവിടെ ആകെ സമാഹരിക്കാനായത്. 37.22%. UDFന് 22,246 വോട്ടുകളാണുള്ളത്. 20.82%. ഭൂരിപക്ഷം അവിടെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 20,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കുറഞ്ഞിട്ട് BJPക്ക് 5,049 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. BJPക്ക് തന്നെയാണ് ഭൂരിപക്ഷം ഉള്ളത്. വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഈ വി ശിവൻകുട്ടി. ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികൾ വഹിച്ചാണ് അദ്ദേഹം എത്തിയത്. 2006-ൽ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായിട്ട് നിയമസഭയിലെത്തി. ഇനി വേഗത്തിൽ വായിച്ചു പോകാം. 2011-ൽ നേമത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ ഒ രാജഗോപാലിനോട് പരാജയപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ ചരിത്രമാണ്. കെ ശബരിനാഥനാണെങ്കിൽ ഇങ്ങനെയാണ്. 2015-ൽ പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് രാഷ്ട്രീയ പ്രവേശം. ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയി മാറിയ അദ്ദേഹം 2016-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ആണ് അദ്ദേഹം MLA ആയത്. 2021-ൽ CPIM-ന്റെ G. സ്റ്റീഫനോട് അരുവിക്കര മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. വിജയവും പരാജയവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. 2025-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കവടിയാർ വാർഡിൽ നിന്ന് വിജയിച്ച് കൗൺസിലറായി. അദ്ദേഹം ഇപ്പോൾ കവടിയാർ വാർഡിലെ കൗൺസിലറാണ്. ഇതാണ് കെ ശബരിനാഥൻ. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം നമുക്കറിയാം. 2006 മുതൽ 2018 വരെ കർണാടകയിൽ നിന്നും BJP പിന്തുണയിൽ സ്വതന്ത്രനായിട്ട് രാജ്യസഭാംഗമായിരുന്നു. അതിനു മുമ്പ് വലിയ ബിസിനസ്സുകാരൻ. അതിനുശേഷം ആണ് രാഷ്ട്രീയ കാലം മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2018-ൽ BJP അംഗത്വം അദ്ദേഹം സ്വീകരിച്ചു. 2018-ൽ തുടർന്ന് BJP ടിക്കറ്റിൽ കർണാടകയിൽ നിന്നും രാജ്യസഭാംഗമായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാനത്തേക്ക് വന്ന് സംസ്ഥാന BJP അധ്യക്ഷനൊക്കെ ആയത്. 2021 മുതൽ 2024 വരെ നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് തോൽവി. പക്ഷേ 2ാം സ്ഥാനത്തെത്തി അദ്ദേഹം. നല്ല വോട്ടുകൾ സമാഹരിച്ചു നേമത്ത്. തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് നേമത്ത് മത്സരിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു അതാണ് കാർഡുകളുടെ കാര്യം. ശ്യാമിലി, നേമം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. നേമമാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം. നേമത്തിലാണെങ്കിൽ വി ശിവൻകുട്ടിയും അവിടുന്ന് വലിയ ശക്തനായിട്ട് വിജയിച്ച് മന്ത്രിയായിരിക്കുന്ന ആളാണ്. പക്ഷേ BJPക്ക് അവരുടേതായിട്ടുള്ള എഡ്ജ് എപ്പോഴുമുണ്ട്. കെ ശബരിനാഥൻ വളരെ കരുത്തനായുള്ള സ്ഥാനാർത്ഥിയാണ്. എന്താ തോന്നുന്നത്? അതെ, നമ്മളെടുക്കുന്നത് ഇതിൻ്റെ ഒരു സവിശേഷ പ്രാധാന്യമാണല്ലോ. അതെന്ന് വെച്ചാൽ ത്രികോണം, ശക്തമായൊരു ത്രികോണ മത്സരത്തിന് അവിടെ സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പം ഈ മണ്ഡല വിശകലനത്തിൽ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു നിരീക്ഷണം, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിഗമനം എന്നുള്ളത്, അവിടെ BJP അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് UDFനെ ആശ്രയിച്ചായിരിക്കും. അല്ലെങ്കിൽ UDF എങ്ങനെ ഫൈറ്റ് കൊടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും. ആ മണ്ഡലത്തിൽ ചരിത്രപരമായ ആ മണ്ഡലത്തിലെ സംഭവവികാസങ്ങൾ, തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോഴും UDF നൽകുന്ന ഫൈറ്റിനനുസരിച്ചായിരുന്നു ആ മണ്ഡലത്തിലെ BJPയുടെ ജയവും വളർച്ചയും എന്നുള്ളതാണ്. കണക്കുകളാണല്ലോ എല്ലാത്തിനും ആധാരം. അതായത് 57 മുതലുള്ള ആ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ BJP രൂപീകരണത്തിനൊക്കെ 82-ലാണ് ആ മണ്ഡലത്തിൽ BJP ആദ്യമായി മത്സരിക്കുന്നത്. അത് രസകരമായ മത്സരം തന്നെയായിരുന്നു. കാരണം കെ കരുണാകരനായിരുന്നു അന്ന് അവിടെ മത്സരിച്ചിരുന്നത്. പൂന്തുറ സോമൻ ആയിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നിരുന്നത്. CPIM-ഉം ഈ പറയുന്ന പോലെ LDF-ഉം UDF-ഉം തമ്മിൽ ശക്തമായ ഫൈറ്റ് തന്നെ നടക്കുന്നു. 3,348 വോട്ടിലാണ് കെ കരുണാകരൻ അവിടെ നിന്ന് ജയിച്ചു കയറുന്നത്. അന്ന് അവിടെ BJP നേടിയ വോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1,622 വോട്ട് മാത്രമേ അന്ന് ആ ഫൈറ്റിൽ 82-ൽ അവർ നേടിയിട്ടുള്ളൂ. അതിനുശേഷം ഈ പറയുന്ന പോലെ പിന്നെ മാളയിലെ മാണിക്യമാകാൻ സ്വാഭാവികമായും അദ്ദേഹം പോയി, ലീഡർ പോയി. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നു. പക്ഷേ അതിൽ മത്സരിച്ചില്ലായിരുന്നു, BJP ഇല്ലായിരുന്നു ആ ചിത്രത്തിൽ. അന്ന് VJ തങ്കപ്പൻ ജയിച്ചു കയറി. അദ്ദേഹം ജയിച്ചു കയറി. രമേശൻ നായരായിരുന്നു എതിർപക്ഷത്തുണ്ടായിരുന്നത് UDFൻ്റെ കാൻഡിഡേറ്റായി. വോട്ട് കൂട്ടിയായിരുന്നു LDF അന്ന് ജയിച്ചു കയറിയിരുന്നത്. ആ നില കഴിഞ്ഞു. അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. അന്നും VJ തങ്കപ്പൻ തന്നെയായിരുന്നു ജയിച്ചു കയറിയത്. പക്ഷേ അവിടെയാണ് ഒരു പ്രധാന കണക്കുള്ളത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന P. അശോക് കുമാർ 17,958 വോട്ടുകൾ അവിടെ നേടിയെന്നുള്ളതാണ്.
LDF വോട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ 1622 വോട്ട് നേടിയിരുന്ന ഒരു പാർട്ടി 17,958 വോട്ട് നേടിയിരിക്കുന്നു. അന്ന് UDF അവിടെ നേടാനായിരുന്നത് 26,993 വോട്ടുകളാണ്. അപ്പോൾ എവിടെ നിന്നാണ് വോട്ട് പോയിരിക്കുന്നത്? ആ വോട്ട് പോയിരിക്കുന്നത് UDF നിന്നാണ്. കാരണം LDF അവരുടെ നില അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. അത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് ഇങ്ങോട്ടും ഇതേ നില. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് CPM വിജയിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് നഷ്ടമായിരിക്കുന്നത് UDF-നും ആ വോട്ട് നേട്ടമാക്കിയിരിക്കുന്നത് BJP-ക്കുമാണെന്നുള്ളതാണ്. അതിനുശേഷം ശക്തനായ എൻ ശക്തൻ വന്ന് കോൺഗ്രസിനെ അവിടെ ജയിപ്പിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത് UDF കൊടുക്കുന്ന ഫൈറ്റ് എത്രത്തോളമാണെന്നറിയാം. അപ്പോൾ BJP ബഹുദൂരം ക്ഷീണിച്ചുകൊണ്ട് പിന്നെ പോകുന്നതായിരുന്നു. LDF അവരുടെ വോട്ട് നിലനിർത്തുകയോ അല്ലെങ്കിൽ അതിൽ കൂട്ടുകയോ അവിടെ ചെയ്തിട്ടുണ്ട്. BJP ക്ഷീണിച്ച് പിന്നോട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ 2016 പരിശോധിക്കാതെ നിയമമണ്ഡലം വിശകലനം ചെയ്യാൻ പറ്റുകയില്ല. 2016-ലാണല്ലോ രാജഗോപാലിനെ ആദ്യമായി അക്കൗണ്ട് തുറന്ന് നിയമസഭയിൽ എത്തിച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ ഈ കണക്കുകൾ ഇപ്പോൾ നോക്കിയതാണ്. എങ്കിലും പറയാം, 67,813 വോട്ടുകളാണ് രാജഗോപാൽ നേടിയിരുന്നത്. ശിവൻകുട്ടി ശക്തമായ ഫൈറ്റ് കൊടുത്തിരിക്കുന്നു. 59,142 വോട്ടുകൾ അവിടെ നിന്ന് നേടിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായ V. സുരേന്ദ്രൻപിള്ള അന്ന് JDU-വിലായിരുന്നു. അന്ന് അത് UDF-ൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം അവിടെ നേടിയിരിക്കുന്നത് 13,860 വോട്ടുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഫൈറ്റ് കൊടുക്കുകയും BJP-ക്ക് അത് ക്ഷീണം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അല്ലാത്ത പക്ഷം BJP ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നു. അന്ന് നേമത്ത് രാജഗോപാൽ ജയിച്ചു പോകുവാൻ കാരണം രാജഗോപാൽ എത്രയോ കാലമായി മത്സരിക്കുന്നു, അദ്ദേഹത്തിനോടുള്ള സഹതാപം കൊണ്ടായിരുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നുവല്ലോ സമൂഹത്തിനിടയിൽ. അന്ന് ഏറ്റവും ശുഷ്കമായ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അത്രയധികം ഫൈറ്റ് കൊടുക്കാനോ അത്രയധികം മുന്നോട്ട് ശക്തനായൊരു സ്ഥാനാർത്ഥിയല്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഒരു JDU സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായതുകൊണ്ട്, UDF സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് അന്നങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആത്മവിശ്വാസത്തിൽ ഈ ഘട്ടത്തിൽ BJP നിൽക്കുന്നു എന്നാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ മണ്ഡലം ഉറപ്പായും കിട്ടിയേക്കും എന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഘടകം തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടും തന്നെയാണ്. അതിൽ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരാണ് ജയിച്ചിരുന്നത് എങ്കിൽ പോലും നേമത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണെന്നുള്ളതാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം 22,126 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. അതുമാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സനീഷ് പറഞ്ഞു, 22 കോർപ്പറേഷൻ വാർഡുകൾ, തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ 22 വാർഡുകൾ ഈ നേമത്താണ് ഇരിക്കുന്നത്. അതിൽ തന്നെ 17 ജയിച്ചു കയറിയിരിക്കുന്നത് NDA ആണ്, BJP ആണ്. അതിൽ ബാക്കി സീറ്റുകളിൽ ജയിച്ചിരിക്കുന്നത് LDF ആണ്. UDF-ന് ഒറ്റ സീറ്റ് പോലുമില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവിടെ V. ശിവൻകുട്ടി ജയിച്ചു കയറുന്നത്. അല്ലാത്ത പക്ഷം ഈ നില മാറിയേനെ ചിലപ്പോൾ. കാരണം ഇത്രയധികം ബേസ് വോട്ട് അവർ ക്രമാതീതമായി അവിടെ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ലോക്സഭയും ഈ തദ്ദേശവും വെച്ച് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളെ കണക്കൂട്ടുന്നത്. അപ്പോൾ നേമം മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രപരമായ ഫൈറ്റ് എല്ലാ കാലത്തും LDF അവിടെ കൊടുത്തിരുന്നു. അതുകൊണ്ടായിരുന്നു അത്രയും കാലം ആ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP കഴിയാതിരുന്നത്. പക്ഷേ എപ്പോഴൊക്കെ UDF അവിടെ ഒരു ദുർബലനായ ഒരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു, ആ ഘട്ടത്തിലൊക്കെ BJP-ക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സംജാതമായിരുന്നു എന്നാണ് എനിക്ക് മണ്ഡലം വിശകലനം ചെയ്തിട്ട് മനസ്സിലായിരിക്കുന്നത്. ഇനി നിലവിലത്തെ ഘട്ടം ഈ തിരഞ്ഞെടുപ്പാണ്. അവിടെ ശബരിനാഥനാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും സനീഷിന് എന്ത് തോന്നുന്നു? ഇതിനകത്ത് ശ്യാമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ഈ 2016 തുടങ്ങാം, കാരണം ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. 2016 ആണല്ലോ ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത്. 2016 2 സവിശേഷതയുണ്ട്. ഒന്ന്, 2014 പ്രചണ്ഡമായ തോതിൽ രാജ്യത്താകെ തന്നെയും നരേന്ദ്രമോദി തരംഗം വന്നിട്ട് BJP ഭരിക്കുന്ന നിലയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ BJP അവരുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി എന്ന ലോകം തന്നെ ശ്രദ്ധിക്കുന്നൊരു വലിയ നേതാവ് ഉദയം കൊണ്ട അദ്ദേഹം പ്രധാനമന്ത്രിയായ, എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് BJP യുഗം തുടങ്ങിയ ഇതിന് രണ്ട് കൊല്ലത്തിന് ശേഷം മാത്രമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഒരല്പം മൃദു ഹിന്ദുത്വ നിലപാടുകളും രാജാവും മറ്റ് സങ്കീർണതകളും ഒക്കെയുള്ള ഒരു പ്രത്യേകതരം സ്ഥലമാണല്ലോ ഈ നേമവും തിരുവനന്തപുരത്ത്. അത് ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രചണ്ഡമായൊരു ശക്തിയായിട്ട് വന്ന് BJP എന്ന നരേന്ദ്രമോദി എന്ന വലിയ നേതാവ് ഉദയം ചെയ്തതിന് ശേഷമുള്ള 2 കൊല്ലം, എന്ന് വെച്ചാൽ ആ കാലം മുഴുവൻ കണ്ട ആകെ കൗതുകപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നത് ഒരു സവിശേഷത. രണ്ടാമത്തേത്, മത്സരിക്കുന്നത് രാജഗോപാൽ എന്ന എത്രയോ മുതിർന്നൊരു നേതാവ്. സംസ്ഥാനത്ത് അക്കാലത്ത് VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മുതിർന്ന നേതാവ് എന്ന് പറയാവുന്ന ആളാണ്. എന്ന് മാത്രമല്ല നിരന്തരമായിട്ട് തോറ്റ ആളുമാണ്. എന്നാൽ വളരെ സാത്വികമായിട്ടുള്ള ഒരു ആളുമാണ് അദ്ദേഹം. സാത്വികമായിട്ടുള്ള ദിനചര്യകളുള്ള വേറൊരു കാലത്തിൻ്റെ നേതാവ് എന്ന് കാണാവുന്ന ഒരാളാണ്.
സ്വാഭാവികമായിട്ടും അദ്ദേഹം ജയിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അതിൻ്റെ കൂടെയാണ് ശ്യാമിലി പറഞ്ഞ ഈ വി സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ആളെ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയ ആളെ UDF വെച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീടാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അതായത് അവരെ വിജയിപ്പിക്കാനായിട്ട് വി സുരേന്ദ്രൻപിള്ളയെ വെച്ചതാണ് എന്ന് പറയുന്നതിൻ്റെ ആ വാദത്തെ അവർ മുനയൊടിച്ച് കളയുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്ന് കാണുന്ന വി സുരേന്ദ്രൻപിള്ളയല്ല അന്നത്തെ വി സുരേന്ദ്രൻപിള്ള. സുരേന്ദ്രൻപിള്ള ആ മേഖലയിൽ പ്രധാനപ്പെട്ട നേതാവൊക്കെ തന്നെയായിരുന്നു ആ കാലത്ത്. പക്ഷേ എന്നാലും JDU പോലത്തെ ഒരു ഘടകകക്ഷി കൊടുക്കേണ്ടിയിരുന്ന മണ്ണായിരുന്നോ മണ്ഡലമായിരുന്നോ അതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും 9% വോട്ട് മാത്രം 9.07% വോട്ട് മാത്രമാണ് സുരേന്ദ്രൻപിള്ള സമാഹരിച്ചത്. അവിടെ അദ്ദേഹം ജയിച്ചു പോയി. ഈ പറയുന്ന എല്ലാവരും കണക്കൂട്ടുന്ന കാര്യം ശരിയാണ്. സുരേന്ദ്രൻപിള്ളക്ക് പകരം പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ ഇതായിരുന്നില്ല സ്ഥിതി. അദ്ദേഹം രാജഗോപാൽ പരാജയപ്പെടുകയായിരുന്നു, രണ്ടാമത് വന്നിരുന്ന ശിവൻകുട്ടി ജയിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതായിരുന്നു അന്നത്തെ സ്ഥിതി. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് BJP അവരുടെ നില മെച്ചപ്പെടുന്നത് തന്നെയാണ്. കാരണം അതിന് പലതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ മെച്ചപ്പെടുത്തി നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കടത്തി പറയാം, രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് കേരളത്തിൽ വന്നിറങ്ങിയേക്കാം എന്ന് പോലും വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതായത് 2016 ഈ പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കർണാടക വിട്ട് കേരളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലമായിട്ട് സ്വീകരിക്കും എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. നേമം എന്നൊരു മണ്ഡലം അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാനാധ്യക്ഷനായിട്ട് തന്നെയും വന്നത്. അതുകൊണ്ടാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഒരു മണ്ഡലമായിട്ട് നേമം മാറിയത്. ആരാ പ്രഖ്യാപിച്ചത്? രാജീവ് ചന്ദ്രശേഖർ. ആരെയാണ് പ്രഖ്യാപിച്ചത്? അദ്ദേഹത്തെ തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വിജയസാധ്യതയുണ്ട്. അത് വസ്തുതാപരമാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 20,000-ലേറെ ഭൂരിപക്ഷം, ലോക്കൽ ബോഡിയിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും 5,000-ഓളം ഭൂരിപക്ഷം. അപ്പോൾ അവിടെ നിശ്ചയമായിട്ടും രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. രാജീവ് ചന്ദ്രശേഖർ അവിടെ കേരളത്തിൽ വിജയിക്കാവുന്ന ചുരുക്കം BJP മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് നേമം അങ്ങനെ മാറുക തന്നെയാണ്. കാരണം കണക്കവിടെയുണ്ട്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ, അത് ജനം തന്നെ വോട്ട് ചെയ്തിട്ടാണല്ലോ, 2 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നമ്പർ അവിടെ കാണിക്കുന്നതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അവർക്ക് അവിടെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രിയങ്കരാകാവുന്ന നേതാക്കളുടെ ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പക്ഷേ വി ശിവൻകുട്ടി 2016 പരാജയപ്പെട്ടുവെങ്കിൽ പോലും മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. ശിവൻകുട്ടി 5 വർഷം മുമ്പ് വിജയിച്ച് നിയമസഭയിലേക്ക് പോയ ശിവൻകുട്ടി അല്ല യഥാർത്ഥത്തിൽ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ശിവൻകുട്ടി. ആരാണ്? അപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച ആൾ ഒരു കുറച്ച് ട്രോളൊക്കെ ചെയ്യാവുന്ന ഈ നിയമസഭയുടെ മേശപ്പുറത്തൊക്കെ കയറിയ ഒരു സാധാരണ തിരുവനന്തപുരംകാരൻ നേതാവ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന ഒരു നേതാവായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശിവൻകുട്ടി സംസ്ഥാനത്തെ ആകെ തന്നെയും ഒരു 3 മന്ത്രിമാരെ എടുക്കൂ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാവുന്ന ആളാണ് ശിവൻകുട്ടി. എന്ന് വെച്ചാൽ ഏറ്റവും ചെറുപ്പക്കാരടക്കമുള്ള ആൾ വോട്ട് ചെയ്യാവുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി, പ്രിയങ്കരനായിട്ടൊരു മന്ത്രിയായിട്ട് മാറി. പിന്നെ നല്ല നിലക്ക് രാഷ്ട്രീയവും പറയുന്നു, നല്ല നിലക്ക് ഭരണവും നടത്തുന്നു എന്നൊരു ഇമേജ് ഉണ്ടാക്കുന്ന ആളായി മാറി. ഇത് നമ്മുടെ കാര്യമാണ്, എന്ന് വെച്ചാൽ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളുടെ കാര്യമാണ്. പക്ഷേ നിയമമണ്ഡലക്കാർക്ക് പണ്ടേ തന്നെ ശിവൻകുട്ടി പ്രിയപ്പെട്ട ആളാണ്. അത് തെളിയിച്ചാണല്ലോ അദ്ദേഹം 2016 ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ പോലും ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിന് നല്ല വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശിവൻകുട്ടി അവിടെ വന്നത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും വിജയിക്കും എന്ന BJP-ക്കാരുടെ പ്രതീക്ഷയെ കെടുത്തുന്ന ഒരു നിലയാണുള്ളത്. എന്ന് വെച്ചാൽ തുല്യമായിട്ട് തോക്കുമെന്നല്ല, പക്ഷേ തുല്യമായ ബലാബലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്നാൽ ഇപ്പുറത്ത് ശബരിനാഥൻ കൂടെ വന്നിരിക്കുന്നു. സുരേന്ദ്രൻപിള്ള വന്നപ്പോൾ പോലും 10% വോട്ട് അവിടെയുണ്ട് കോൺഗ്രസ്സിന്. അതിനു മുമ്പ് കരുണാകരൻ്റെ കാര്യം പറഞ്ഞു, കോൺഗ്രസ്സുകാർക്ക് വലിയ അടിത്തറയുള്ള സ്ഥലമാണ്. അവിടെ 2014 BJP ബൂം വന്നതുകൊണ്ട്, രാജ്യത്താകെ വന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ കുറേ ആളുകൾ വോട്ട് ചെയ്തു. O രാജഗോപാൽ പോലത്തെ ഒരു ബഹുമാനായിട്ടുള്ള മുതിർന്ന ആളായതുകൊണ്ട് കോൺഗ്രസ്സുകാർ കുറേ പേര് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാവുന്ന നില അവിടെയുണ്ട്. അവരൊരു കാലത്തും കോർപ്പറേഷൻ ഗൗരവത്തിലെടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇപ്പോൾ അവർ കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങ് ഇടപെട്ടപ്പോൾ തന്നെ കോർപ്പറേഷനിൽ ചെറിയ വോട്ട് മാറ്റം, സീറ്റ് മാറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. ശബരിനാഥൻ, ഇവർ രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശബരിനാഥൻ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു വിജയവും ഒരു പരാജയവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് കവടിയാർന്ന് അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. അതായത് അതുകൊണ്ടെന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹം തൊട്ടു മുമ്പിൽ അതിനകത്ത് തന്നെയുള്ളൊരു ഒരു കൗൺസിലിൽ ഒരു വാർഡിൽ അദ്ദേഹം മത്സരിച്ചു, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങി. എന്തുമാത്രവുമല്ല, ഈ ഇതുപോലൊരു കാലത്ത്, ഒരു മോശം കാലത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലും ഇല്ല ഇവിടെയും ഭരണമില്ല, ഒരു മോശം കാലത്ത് നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിക്കാൻ പറയൂ, ഞാൻ മത്സരിച്ചേക്കാം എന്ന് പറയാവുന്ന നിലയിലേക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനാണ്, കാർത്തികേയൻ്റെ മകനാണല്ലോ അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണല്ലോ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. എന്നിട്ടും ഞാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായിട്ട് വന്നിട്ട് ഒരു IT ഉദ്യോഗസ്ഥൻ്റെ ഒക്കെ ഈ പറയുന്ന ഒരു പിൽക്കാല ചരിത്രമൊക്കെയുള്ള ഒരാൾ ചെറുപ്പക്കാരനോട് വന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ശക്തമായ അപ്രവചനീയമായ ത്രികോണ മത്സരം എന്നൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകർ എപ്പോഴും പറയും പല കാര്യങ്ങളെക്കുറിച്ചും. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല മണ്ഡലങ്ങളെ പറ്റിയും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവിടെ ഇന്നയാൾ ജയിക്കും എന്നൊരു ഉറപ്പുണ്ടാവും, ഇന്നയാൾ പരാജയപ്പെടും എന്നൊരു ഉറപ്പുണ്ടാവും. പക്ഷേ എന്നാലും നമ്മളൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നമ്മൾ ഇങ്ങനെ തന്നെ വിശാലമാക്കി വെക്കണമല്ലോ. മാധ്യമപ്രവർത്തകർ
പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇപ്പം തന്നെ ഇലക്ഷൻ പ്രചരണം നടത്തരുതല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചില പ്രവചനങ്ങൾ നടത്താതിരിക്കും, അറിഞ്ഞ കാര്യം പറയാതിരിക്കും. ഇന്നയാൾ ജയിക്കുമെന്ന് എനിക്ക് അറിയെങ്കിലും ഞാൻ പറയാതിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ അത് പറയാത്തത് ശ്യാമിലി എനിക്ക് സത്യമായിട്ടും അറിയില്ല. അത്രമാത്രം ശക്തമായിട്ടുള്ള മത്സരമാണ് നേമത്ത് നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആദ്യം വായിച്ച കണക്കുകളും ശ്യാമിലി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് മറ്റൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നേമത്ത് അപ്രവചനീയമാണ് മത്സരം. ഇപ്പോൾ BJP-ക്കാർക്കും CPM-കാർക്കും വിചാരിക്കാം കോൺഗ്രസ് ഒരുപക്ഷെ ആയിരിക്കും തോറ്റുപോകുക, ഞങ്ങൾ ആരെങ്കിലും ആയിരിക്കും വിജയിക്കുക എന്നൊരുപക്ഷെ അവർക്ക് രണ്ടുപേർക്കും ആലോചിക്കാം. പക്ഷേ അപ്പോൾ പോലും മറ്റ് രണ്ട് അധികാരന്മാർ അവരുടെ വലിയ വോട്ടുകളായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അപ്പുറത്തുകൊണ്ട് കോൺഗ്രസ് വിജയമുണ്ടാക്കി പോയിക്കൂടാ എന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ടേമിലെ ഭരണത്തിന് ശേഷമാണ് വരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഉണ്ടാകാനിടയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം പോലൊരു നഗര കേന്ദ്രിത സ്ഥലം. അപ്പോൾ അവിടെ അങ്ങനൊരു നെഗറ്റിവിറ്റി പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ശിവൻകുട്ടിക്കെതിരായിട്ട് വരാം. BJP സെലക്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും കൂടി ചെയ്താൽ കോൺഗ്രസിലേക്ക് സാധനങ്ങൾ കൂടുതൽ വോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഏത് നിലക്ക് ആലോചിച്ചാലും ഇവരിൽ ഇന്നയാളാണ് വിജയിക്കുക എന്ന ഉറച്ചൊരു പ്രവചനം നടത്തുക നമുക്ക് സാധ്യമല്ല. നമ്മുടെ പരിപാടിയുടെ ഉദ്ദേശവും അതല്ല. പക്ഷേ ആ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ടല്ല ഞാൻ പ്രവചിക്കാത്തത്, ശരിക്കും പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ നിശ്ചയമായിട്ടും വിചാരിക്കുന്നു അദ്ദേഹം വിജയിക്കും എന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സംസ്ഥാനത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി വന്നത് പോലും നേമത്ത് നിന്ന് വിജയിക്കാനായിട്ടാണ്. അതിനുശേഷമാണ് ബാക്കി രാഷ്ട്രീയമൊക്കെ. അവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നെഗറ്റീവായിട്ടൊരു കാര്യം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ ലോക്സഭയിലുണ്ടായിരുന്നത്രക്ക് ഭൂരിപക്ഷത്തിൻ്റെ 20,000-ലേറെയായിരുന്നു, അതെങ്കിൽ 5,000-ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് നമ്മൾ കാണണം. അപ്പോൾ അവർക്ക് നെഗറ്റീവായുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. ശിവൻകുട്ടിക്ക് അദ്ദേഹം 2 തവണ അധികാരത്തിലിരുന്ന ഒരു സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി സംഗതികൾ അവിടെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെതിരായിട്ട് വരില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അവിടെ മൂന്നാം കക്ഷിയായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസ് എന്നത്. ഇപ്പോൾ K. ശബരിനാഥനെ പോലെ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയെ വെച്ചാലും നിങ്ങൾ 3-ാം സ്ഥാനത്തായി പോവില്ലേ, അല്ലെങ്കിൽ തോറ്റുപോകില്ലേ എന്ന സാഹചര്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശരിക്കും അപ്രവചനീയമായൊരു മത്സരമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കൗതുകത്തോടെ നോക്കുന്നൊരു കാര്യമായിരിക്കും നേമത്തേത്. അതെ, LDF-നും NDA-ക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നേമം കോൺഗ്രസിനും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേമം മണ്ഡലത്തിലെ മത്സരം 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ടാണ് നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. 2016-ലെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന ആത്മവിശ്വാസം ശിവൻകുട്ടിക്കുമുണ്ട്. 2016-ലും 2021-ലും കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടാക്കാനായില്ലെങ്കിലും ഇത്തവണയും കോൺഗ്രസ് വലിയ മത്സരത്തിനും വിജയത്തിനും ഉള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമം നിയോജക മണ്ഡലത്തിൽ BJP-യാണ് ലീഡ് ചെയ്യുന്നതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് പാറ്റേണുകൾ മാറി മറിയാൻ തന്നെയാണല്ലോ സാധ്യത. എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കണം.